നമസ്കാരം മോളെ. നമസ്കാരം മോളെ. നമസ്കാരം. ഒന്ന് നിൽക്കണേ, ഞാനിപ്പോ അച്ഛനെ വിളിക്കാം. മോളെ കാണാനാ വന്നേ. ആ ശരി, അകത്തേക്ക് വരൂ. വേണ്ട മോളെ, കുഴപ്പമില്ല. അമ്പലത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പെട്ടെന്ന് സാറ് കാശിന്റെ കാര്യമൊന്നും ഞാൻ നോക്കില്ല, വേറെ ആരെങ്കിലും വെച്ച് നോക്കിക്കോളാൻ പറഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞിങ്ങി പോന്നു മോളെ. അതുകൊണ്ട് മോളോട് പറഞ്ഞ് എങ്ങനെങ്കിലും അച്ഛന്റെ മനസ്സ് മാറ്റി വീണ്ടും ഉത്സവത്തിന്. നോക്ക്, എന്റെ അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എന്തോ അനുസരിക്കുകയും ചെയ്യും, അത് സത്യമാണ്. പക്ഷേ എന്റെ അച്ഛന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചോദിക്കുകയില്ല. അതല്ല മോളെ, ദയവ് ചെയ്തിനെ നിർബന്ധിക്കരുത്. എന്റെ അച്ഛൻ വേണ്ടെന്ന് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. ക്ഷമിക്കണം. എവിടെയാടാ ആ സുരേഷിനെ ഇതുവരെ കാണുന്നില്ലല്ലോ? വരും അമ്മേ. അതെ, എല്ലാ വർഷവും ഉത്സവത്തിന് വരുമെന്ന് 1000 പ്രാവശ്യം വരും. എന്നാ വരികയില്ല. ഈ വർഷം അതുപോലെ തന്നെ ആയിരിക്കും. ഇതിന് മാത്രം അവൻ എന്ത് ജോലിയാടാ ഉള്ളത്? അതെ, അവന് വേറെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. മര്യാദയ്ക്ക് ഇങ്ങ് വന്നൂടെ? നീ എന്തൊക്കെയാടി പറയുന്നേ? അവനാണെങ്കിൽ ബന്ധുക്കളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുന്നവനാ. ആകെപ്പാടെ നമ്മളല്ലേ ഉള്ളൂ അവന്. ആ അവനെയാ നീ. ഓക്കേ, സോറി അമ്മേ. ആ ശരി. ഡാ, ടിക്കറ്റ് എവിടെ? അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ അടുത്ത് ബാഗ് തന്നിട്ട് അവനിത് എങ്ങോട്ടാ പോയത്? ഡ്രൈവറിന്റെ കയ്യിൽ കാർ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ അമ്മ അവൻ പോയത്. ഇപ്പൊ വരും. എനിക്കെല്ലാം മനസ്സിലായി. ഇത് നിന്റെ പണിയല്ലേ? നിന്നെയൊക്കെ ഉണ്ടല്ലോ. സമയമായാലോ ഇപ്പൊ നീ വണ്ടി എടുക്കും. സുരേഷ് ഇത്തവണ ഉറപ്പായിട്ടും വരാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടമ്മേ. ഉറപ്പായിട്ടും വരും. ഇല്ലമ്മേ, അവൻ ഉറപ്പായും വരില്ല. കാരണം എന്നോട് പ്രോമിസ് ചെയ്തില്ലല്ലോ. ഉറപ്പായിട്ടും വരും. വരില്ല. അവൻ വരും. വരില്ല. അവൻ വരും. വരില്ല. വരുന്നടാ. Oh my God! ആരാ? ശങ്കരൻ ഗീതയൊക്കെ നാട്ടിലെത്തി. ബഹളം കേട്ടിട്ട് അവരൊക്കെ വന്നു തോന്നുന്നു. വാ വാ വാ. ഈ പിള്ളേരുടെ ഒരു കാര്യം, അവരിങ്ങോട്ട് വന്നോട്ടെ. സൂക്ഷിച്ച് പിടിക്കണേ, മുത്തശ്ശന്റെ വയറ്റിൽ കുഞ്ഞുണ്ട്, അതാ വയറ് വീർത്തിരിക്കുന്നേ. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചതാ, ഇതുവരെ പ്രസവിച്ചില്ലേ? ഒരു തമാശ. എന്റെ പേര് ഇങ്ങനെയാ, നീ പേടിക്കണ്ട. പരിമളം, നിനക്ക് സുഖാണോ മോളെ? കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് 72 കിലോ ഉണ്ടായിരുന്നു. ഈ വർഷം അത് 90. മോളെ, നിനക്ക് 2 ദിവസം മുമ്പെങ്കിലും വരാൻ. പരീക്ഷയ്ക്ക് ഇന്നലെ കഴിഞ്ഞ അമ്മായി. ഓ പിന്നെ ഇവളുടെ മുത്തച്ഛനുണ്ടല്ലോ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്ന് പരാതി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്നോട്. നിങ്ങൾ ഇവിടെ ഉത്സവം കൂടാനാ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുത്തച്ഛനുണ്ടല്ലോ, അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരും വരുന്നത് ഏറ്റവും വലിയ ഉത്സവം. വാ വാ, കേറി വാ.